ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ദൈവമായ യേശുക്രിസ്തു മനുഷ്യവർഗത്തെ വളരെയധികം സ്നേഹിക്കുന്നു. യേശുവിനെ അങ്ങോട്ട് മനുഷ്യർ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, അല്ലേ? ദുഷ്ടൻ്റെ മുകളിലും മഴ പെയ്ക്കും സൂര്യൻ ഉദിപ്പിക്കും എല്ലാം ചെയ്യുന്ന യേശുക്രിസ്തു തന്നെ. അപ്പോൾ ദൈവം യേശുക്രിസ്തു ലോകത്തിൽ ചെയ്ത പോലെ തന്നെ, വർക്കുകൾ ചെയ്ത പോലെ തന്നെ, ഇന്നും ചെയ്യുന്ന പോലെ ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി ദൈവം ചെയ്യുന്നത് പോലെ തന്നെ വർക്കുകൾ നമ്മൾ വഴിയും ദൈവം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് സുഖം ഉണ്ടാകുന്നതിന് വേണ്ടി, അവരെ ദൈവത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അങ്ങനെ പല കാര്യത്തിനായിട്ട്, അല്ലേ? അപ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് പാസ്റ്റർമാർക്കൊക്കെ മാത്രമേ ചിലപ്പോൾ മറ്റുള്ളവരെ പാസ്റ്റർമാർ വഴിയൊക്കെ ഉള്ളായിരിക്കും ദൈവം സുഖപ്പെടുത്തത്തുള്ളൂ, അല്ലേ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം സുഖപ്പെടുത്തത്തില്ല. ദൈവത്തിൻ്റെ ഒരുപോലെ വർക്ക് നമ്മൾ വഴിയൊന്നും നടക്കത്തില്ല. ഇപ്പോൾ ഡീമൻസിനെയൊക്കെ ഓടിക്കുന്നതിന് വേണ്ടി അല്ല, അതൊക്കെ നമ്മൾ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമില്ല. അതൊക്കെ പാസ്റ്റർമാർക്ക് അപ്പോസ്റ്റലന്മാർക്കൊക്കെ ചെയ്യാൻ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിനൊക്കെ ഭയങ്കര ഗിഫ്റ്റുകളും അനോയിന്റുകളൊക്കെ വേണം എന്നാണ് നമ്മളുടെ പൊതുവായിട്ടുള്ള ഒരു ധാരണ. പക്ഷെ ദൈവം അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെ, വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സാധിക്കുമെന്ന് പറഞ്ഞേക്കും. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സൈറ്റൻ നമ്മുടെ കണ്ണുകളെ അടച്ചു വെക്കുക എന്നുള്ളത്, അതിന് ദൈവത്തിന്റെ എന്താ പറയാ, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്നാൽ ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല എങ്കിൽ സൈറ്റൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക എന്ന് ചെയ്യും, അല്ലെ? അപ്പോൾ നമുക്ക് ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾക്ക് അറിവുണ്ടായിരിക്കുക. അപ്പൊ അറിവ് നമ്മളെ ഫ്രീ ആക്കുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക തന്നെ ചെയ്യും, അല്ലെ? അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. അതാണ് ഇതിനെപ്പറ്റി ടോപ്പിക് മുമ്പോട്ട് പോകുന്നത്. പ്രാർത്ഥിച്ച് സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങളോട് കാണിക്കുന്ന നന്മയ്ക്കായിട്ട് നന്ദി പിതാവേ കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് വചനം തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വായിക്കാൻ സാധിക്കും നന്ദി പറയുന്നു കർത്താവെ. എല്ലാത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. എണ്ണിയാൽ തീരത്തെ നന്ദിയെ കർത്താവിലോട്ട് ഫാദർ ഗോഡ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇന്ന് സംസാരിക്കണം ഹോളി സ്പിരിറ്റ് ഗോഡ്. താങ്ക് യു എൻ്റെ പ്രൈസ് മാസ്റ്റർ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് മത്തായി സുവിശേഷത്തിലേക്ക് പോകാം. അവന്റെ 21ാമത്തെ ചാപ്റ്ററിന്റെ 18 തൊട്ട് 21 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. മത്തായിന്റെ 21ന്റെ 18 തൊട്ട് 21 വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും വളരെ അധികം അറിയാവുന്ന വാക്കുകളാണിത്. പക്ഷെ എന്നാലും ഒന്നുകൂടെ വായിക്കുകയാണ്. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങി പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അപ്പൊ രാവിലെ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. യേശുവിന്റെ ട്രയംഫൽ എൻട്രി, അല്ലെ? രാജാവിനെ പോലെ കഴുതേന്റെ പുറത്ത് ഇരുന്ന് ജെറുസലേമിലേക്ക് വരുന്ന രാജാവിന്റെ മുമ്പിൽ, അല്ലെ, രാജാവിന്റെ മുമ്പിൽ എന്താ വസ്ത്രങ്ങള്, കോട്ടുകളൊക്കെ വിരിച്ചു കൊടുക്കുന്ന ആൾക്കാര്, അല്ലെ, മരത്തിന്റെ കമ്പുകളൊക്കെ വെട്ടി വിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ പലതും നമ്മൾ കണ്ടതാണ്, അല്ലെ? താൻ ഇനി വരാൻ പോകുന്നു, അല്ലെ, രാജാവാണ് താൻ കാണിക്കുന്നതായിട്ട്. അപ്പൊ അതിനുശേഷം ജെറുസലേം ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മേശയെല്ലാം മറിച്ചിടുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു ബെഥാനിയയിലേക്ക് ബെഥാനിയയിലേക്ക് പോകുന്നു. രാത്രി അവിടെ വസിച്ചതിന് ശേഷം പിറ്റേ ദിവസം വരുവാണ്. അപ്പൊ രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് വിശന്നിട്ട് വഴികേറി ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണുമാകിയാൽ ഇനി ഇതിൽ നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങൾക്കും ചെയ്യാം എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് 20ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കും, ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി എത്ര ക്ഷണത്തിൽ ഉണങ്ങി പോകുന്നു എന്നിങ്ങനെ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. പക്ഷെ അവർക്ക് അവിടെ അവരിങ്ങനെ പറയുന്നില്ല, അല്ലെ? എന്നാലും യേശു ക്രിസ്തു ഈ അത്തിനെ ശപിച്ചല്ലോ, അല്ലെ? അങ്ങനെയൊന്നും അവർ പറയുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് ഉണങ്ങിപ്പോയത് എന്നാണ് അവരുടെ ആശയക്കുഴപ്പമില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം പറയട്ടെ. ഇവിടെ പല നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സ് എല്ലാം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യേശു ക്രിസ്തു അത്തീനെ വരെ
രാജാവാണ്. ശപിച്ചു. ഇത്ര പൊട്ടനാണ് യേശുക്രിസ്തു. അത്തിമരത്തില് ഫലമില്ലെന്ന് കണ്ട അത്തിയുടെ സമയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അത്തിയുടെ സമയമല്ലാതിരുന്നത് കൊണ്ട് തന്നെ അത് അത്തി ഫലം തന്നില്ല. അതുകൊണ്ട് അതുപോലും മനസ്സിലാക്കാത്തവനാണോ നിന്റെ ദൈവം? അങ്ങനെയൊക്കെ ചോദിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ വെസ്റ്റേൺ വേൾഡിലൊക്കെ താമസിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യക്ക് പുറത്തൊക്കെ താമസിക്കുന്ന വ്യക്തികൾക്ക് അറിയാവുന്ന കാര്യം, തണുപ്പുള്ള രാജ്യങ്ങളിൽ താമസിക്കുമ്പോൾ തണുപ്പുള്ള സമയങ്ങളിൽ ഈ വൃക്ഷങ്ങളെല്ലാം അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞിട്ടിങ്ങനെ ചുള്ളിക്കമ്പുകൾ പോലെ ഇങ്ങനെ നിൽക്കും. പക്ഷെ അത് വേനൽക്കാലം അങ്ങ് തുടങ്ങുമ്പോഴേക്കും, ഒരു മാർച്ചൊക്കെ അങ്ങ് കഴിയുമ്പോഴേക്കും, ഏപ്രിലൊക്കെ അങ്ങ് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഈ വൃക്ഷങ്ങളെല്ലാം കൂടെ ഇങ്ങനെ അതിൻ്റെ ഇലകളൊക്കെ പയ്യെ ഇങ്ങനെ വരാൻ തുടങ്ങും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആർത്തലച്ചൊരു വളർച്ചയാണ് പിന്നെ അങ്ങോട്ട്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ അതിൻ്റെ ഇലയെല്ലാം കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ടങ്ങ് പൂക്കളൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ചടിചടഞ്ഞ കാര്യങ്ങൾ നടക്കും. അപ്പൊ പിന്നെ ഫാസ്റ്റായിട്ട് അതിൻ്റെ പഴങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. ഏത് വൃക്ഷത്തിൻ്റെയാണോ അത് തന്നെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുറച്ച് സമയമായിരിക്കുമല്ലോ അവർക്ക് സമ്മറായിട്ട് കിട്ടാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ വിന്ററിലേക്ക് പോകുന്നുണ്ട്. ഒരു 3 മാസം 4 മാസം അത്രയും ഉണ്ടാവത്തുള്ളൂ സമ്മർ എന്ന് പറയുമ്പോൾ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വിന്ററിലേക്ക് പോകുമ്പോൾ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇല കൊഴിയുകയൊക്കെ ചെയ്യും. കാര്യങ്ങളിൽ അവസാനം ആകുമ്പോഴേക്കും ഇല കൊഴിയുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഒരു ഒക്ടോബറിൻ്റെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഇങ്ങനെ ഇല കൊഴിയുന്ന സമയം. അപ്പൊ അതിനു മുമ്പ് തന്നെ വൃക്ഷങ്ങൾ പെട്ടെന്ന് തന്നെ പൂക്കും കായ്ക്കും എല്ലാം പെടപെടന്ന് നടക്കും അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സമ്മറിൽ ഒരു വൃക്ഷത്തിലേക്ക് നോക്കുമ്പം ഈ തണുപ്പുള്ള സ്ഥലത്ത് വിന്റർ സമയത്ത് അത് കഴിഞ്ഞ് വരുന്ന തണുപ്പുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ സമ്മറിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു വൃക്ഷത്തെ നന്നായിട്ട് ഇലകൾ കാണുന്നു എന്ന് പറയുമ്പോൾ ഫലമുണ്ടാക്കുന്ന വൃക്ഷമാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിന് ഫലവും ഉണ്ടായിരിക്കും. അപ്പൊ ഇസ്രായേലിന്റെ കാര്യം നമുക്കറിയാലോ, അത് ഇച്ചിരി തണുപ്പുള്ള രാജ്യം തന്നെയാണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ അത്തി ഇങ്ങനെ നിറച്ചും ഇതിന്റെ ഇലകളുമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അതിൽ ഫ്രൂട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന്റെ സമയമല്ലെങ്കിൽ പോലും പിന്നെ എന്തിനാണ് അത് അത്രയും സമയമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത്രയ്ക്കും ഇല ഉണ്ടായത് അല്ലെ. അപ്പൊ അത് തന്നെ ഒരു അനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമില്ല, അത് ശരിയല്ലാത്തൊരു കാര്യമല്ല അല്ലെ. സമയം തെറ്റി എന്തുകൊണ്ടാണ് അത് എന്താ പറയുക അതിന്റെ അത്ര ഇല പ്രൊഡ്യൂസ് ചെയ്തത് അല്ലെ, പുറപ്പെടുവിച്ച് എന്തിനാണ് എൻ്റെ ഇല കിളുത്തത്. അപ്പൊ ഇല കിളുക്കുവാണെങ്കിൽ ആ അത്യാവശ്യത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇല കിളുത്ത് കഴിയുമ്പോൾ സമ്മറായി കഴിയുമ്പോഴേക്കും അതിൽ ഫ്രൂട്ട് ഉണ്ടാകണം എന്നുള്ളത്. അതാണ് അതിന്റെ പർപ്പസ് തെറ്റി എന്തിനാണ് കാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് യേശു ക്രിസ്തു അത് ഇത് എന്താ പറയുന്നത്, ഇതിനെ അത്യവൃക്ഷത്തെ ക്ഷമിച്ചെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ മനുഷ്യരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിങ്ങനെ വലിയ പൊങ്ങച്ചത്തിലൊക്കെ ഞാൻ വലിയവനാണെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു നടക്കുമ്പോ, ചർച്ചിലൊക്കെ ഉള്ള പലരും അങ്ങനെ ചെയ്യും. നമ്മളിലൊക്കെ പലരും പലപ്പോഴായിട്ട് ചെയ്തിട്ടുള്ള കാര്യം വലിയ ഇങ്ങനെ ഞാൻ വലിയവനാ, നോക്ക് എന്നെ ഒന്ന് നോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു നടക്കുമ്പോ, പക്ഷെ നമ്മുടെ ഉള്ളില് നമ്മളുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ വരുന്ന തരത്തിലുള്ള ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, അല്ല വെറുതെ മുന്തിരിവള്ളിയുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നുള്ളൂ, പക്ഷെ ആ കമ്പ് ഉണങ്ങിയ കമ്പാണെങ്കിൽ അത് ദൈവം കട്ട് ചെയ്ത് കളയുക തന്നെ ചെയ്യും. അപ്പൊ നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫലം കായ്ക്കുന്ന ബ്രാഞ്ചിന്, മുന്തിരിവള്ളിന്റെ ആ മുന്തിരിച്ചെടിയിലെ ബ്രാഞ്ചിന് ദൈവം അത് പ്രൂൺ ചെയ്തുകൊണ്ട് അല്ലെ. പക്ഷെ അതല്ലാതെ ഉണങ്ങിയ ബ്രാഞ്ചാണ് അതിനെ കട്ട് ചെയ്ത് വിടുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാല്, ഇത് 20-ാമത്തെ വാക്കില് ശിഷ്യന്മാർ ഇത് കണ്ടാൽ അയ്യോ ഇതെങ്ങനെ എത്ര പെട്ടെന്ന് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയെന്ന് ചോദിക്കുമ്പോൾ അതിന് യേശുക്രിസ്തു ഉത്തരം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരാകിയാൽ അത്തിയോട് ചേർന്ന് നിങ്ങൾക്കും ചെയ്യാം, എന്ന് മാത്രമല്ല മലയോട് നീങ്ങിപ്പോവുക കടലിലേക്ക് ചാടുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ ദൈവം പറയുന്നത് വിശ്വാസത്തെ പറ്റി, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സാധിക്കും എന്നതിനെ പറ്റി പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, യേശുക്രിസ്തു അനോയിന്റഡ് ആയിരുന്നു.
അഭിഷേകം ഉള്ളവനായിരുന്നു അല്ലെ. അപ്പൊ അനോയിന്റഡ് ദ അനോയിന്റഡ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് അല്ലെ, മെസ്സയ ആണ്. അപ്പൊ യേശയ്യാവിന്റെ 61 ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 61ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് അപ്പോൺ മീ അല്ലെ, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. എന്താന്ന് വെച്ചാൽ എന്നിലുണ്ട്. എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഭിഷേകം പ്രാപിച്ചവനാണ് അല്ലെ. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് അപ്പോൺ മീ ബിക്കോസ് ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ലൂക്കോസിന്റെ 4 വരുമ്പോൾ യേശുക്രിസ്തു അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു അല്ലെ. 18 ലൂക്കോസിന്റെ 4:18 ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ബന്ധന്മാർക്കും വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസവിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും അല്ലെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവിടെ യേശു വേറൊരു കാര്യം 21ാമത്തെ വാക്ക് പറയുക, ഇന്നും നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. അപ്പോ ഐസയ്യ അന്ന് എഴുതി വെച്ചിരിക്കുന്ന കാര്യം, 61ാമത്തെ ചാപ്റ്റർ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിന് ഇവിടെ നിവൃത്തി വന്നിരിക്കും. യേശുക്രിസ്തു പറയുവാണ് ഇന്ന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ നിവൃത്തിയായിരിക്കും. ഞാനാണ്, എന്നെ പറ്റിയാണ് ഐസയ്യ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ യേശുക്രിസ്തു അനോയിന്റഡ് ആണ്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തു അനോയിന്റഡ് എന്ന് പറഞ്ഞാൽ ദൈവം അനോയിന്റഡ് ആണെന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. യേശു എന്ന ദൈവത്തെ പറ്റിയല്ല പറയുന്നത്, യേശു എന്ന മനുഷ്യനെ പറ്റിയാ പറയുന്നത്. യേശു നസറേക്കാരനായ യേശു എന്ന മനുഷ്യനെ പറ്റിയാ പറയുന്നത് അനോയിന്റഡ് ആണ് എന്ന് പറയുന്നത് അല്ലെ, അഭിഷിക്തനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം യേശു അഭിഷേകം ഉള്ളവനാണ്, അഭിഷിക്തനാണ്, മെസ്സയാണ്, ദൈവമാണ്. പക്ഷെ ഇതൊന്നും വെച്ചോണ്ടല്ല യേശുക്രിസ്തു അവിടെ പറയുന്നത് അല്ലെ. 10:21 നമ്മൾ വായിച്ചത് ഫിഗ് ട്രീ അല്ലെ, അത്തിനെ ഉണക്കി കളയുന്ന സ്ഥലത്ത് അവിടെ ദൈവം പറയുന്നത് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ഇതെങ്ങനെ സാധിക്കും അവർ ചോദിക്കുമ്പോൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് വിശ്വാസം ഉണ്ടാ സാധിക്കും, നിനക്ക് അനോയിന്റിങ് ഉണ്ടാ സാധിക്കും എന്ന് പറഞ്ഞില്ല. നിനക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി കിട്ടുന്ന ഗിഫ്റ്റുകൾ അല്ലെ, ആത്മാവിന്റെ എന്താ പറയാ കൃപാവരങ്ങൾ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് പറ്റും എന്ന് ദൈവം പറഞ്ഞില്ല. നിനക്ക് കോളിംഗ് ഉണ്ടെങ്കിൽ പറ്റുമെന്ന് ദൈവം പറഞ്ഞില്ല. ഇതെല്ലാം നമ്മൾ ബൈബിളിൽ കാണുന്ന കാര്യങ്ങളാണ് താൻ അല്ലെ. ഇനി മാർക്കോസിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കോസിന്റെ 9ാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാൻ പറ്റും മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് എലൈജയും മോസസും എല്ലാം വന്നതിന് ശേഷം അവരോടൊക്കെ സംസാരിച്ച ശേഷം തന്റെ ശിഷ്യന്മാരുമായിട്ട് താഴേക്ക് വരുമ്പോൾ ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വേറെയുള്ള ശിഷ്യന്മാർ, അപ്പൊ 3 പേരാണല്ലോ യേശുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്, പീറ്ററും ജെയിംസും ജോണും. അപ്പൊ ബാക്കിയുള്ളവര് 11 പേരില് 9 പേരെ ആൾക്കാർ വളഞ്ഞു വെച്ചിട്ട് അവര് ക്വസ്റ്റ്യൻ ചെയ്യുക ചെയ്യുന്നപ്പോ യേശു വന്നിട്ട് അവരോട് ചോദിക്കുക എന്താ കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് ആൾക്കാരോട് എന്താ കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്, അതിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്റെ മകന് എപ്പിലെപ്സി ഉള്ളതാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന് ഹീലകം, പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അല്ലെ. അപ്പോ ആ പിതാവ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ പിതാവ് ഇങ്ങനെ പറയുന്നത് അങ്ങേക്കൊണ്ട് എന്തെല്ലാം സാധിക്കുമെങ്കിൽ എന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും സാധിക്കുമെങ്കിലോ അല്ലെ, വിശ്വസിക്കുന്നവർക്ക് കൊണ്ട് എല്ലാം സാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറയുന്നത് അനോയിന്റിങ്ങിന്റെ കാര്യമല്ല, അഭിഷേകത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഗിഫ്റ്റിങ്ങിന്റെ കാര്യമല്ല പറയുന്നത്, വിശ്വാസത്തിന്റെ കാര്യം ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. വിശ്വാസത്തിന്റെ കാര്യം മാത്രം ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ദൈവം നോക്കുന്നത് നമ്മളുടെ അനോയിന്റിങ്ങിലല്ല, നമ്മൾ എത്രമാത്രം അനോയിന്റഡ് ആയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യത്തെ പറ്റില്ല. എന്നാൽ അനോയിന്റിങ് വേണം. അനോയിന്റിങ്ങും ഗിഫ്റ്റിങ്ങും കോളിങ്ങും അനോയിന്റിങ്ങും അതെല്ലാം ബൈബിളിലുള്ള കാര്യം, അതെല്ലാം വേണം അല്ലെ. അപ്പൊ നമുക്കറിയാം എന്തിനാണ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുള്ള കാര്യം. ഇപ്പൊ 1 കൊരിന്ത്യർക്ക് ലേഖനത്തിന്റെ 12ാമത്തെ ചാപ്റ്ററിന്റെ 7ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഓരോരുത്തർക്കും ആത്മാവിന്റെ പ്രകാശം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു അല്ലെ. ഇപ്പൊ ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഓരോ ഗിഫ്റ്റുകളും ദൈവം കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് വരങ്ങൾ അല്ലെ, ഇത് ആത്മാവിന്റെ വരങ്ങൾ അല്ലെ, പ്രോഫസി ചെയ്യാനും ഹീൽ ചെയ്യാനും ഫെയ്ത്തും മിറക്കിൾ ചെയ്യാനും അതൊക്കെ 9 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ദൈവം കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവായിട്ടുള്ള പ്രയോജനത്തിനായിട്ട്. ചർച്ചിൽ അങ്ങനെ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വളരുന്നതിലൂടെ, ഒരാൾക്ക് തന്നെ 9 ദൈവം കൊടുക്കത്തില്ല. കൊടുത്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം, പക്ഷെ അവത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും എന്താ പ്രോമിനന്റ് ആയിട്ട്, എന്താ പറയുക, ഏറ്റവും നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആണ് ദൈവം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഗിഫ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവം എംപവർ ചെയ്യുകയാണ്, ഒരു കഴിവ് കൊടുക്കുകയാണ്,
ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ കിങ്ഡത്തിനോട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കഴിവ് കൊടുക്കുക. അപ്പൊ നമുക്ക് കോളിംഗ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വർക്കിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും, നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇൻവിറ്റേഷൻ, ഒരു എന്താ പറയുക, ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെ. അപ്പൊ ഗിഫ്റ്റിംഗ് കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, അപ്പൊ ഗിഫ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രോവർബിലേക്ക് പോകുമ്പോൾ എന്താ പറയുന്നത്, അവിടെ ഇങ്ങനെ പറഞ്ഞു 18ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റിംഗ് നമ്മൾക്ക് ഓപ്പണിംഗ് തരുക ചെയ്യുന്നത് അല്ലെ. മനുഷ്യരുടെ മുമ്പിലേക്കുള്ള ഓപ്പണിംഗ് തരുക ചെയ്യുന്നത്, നമ്മളെ മേക്ക് എന്താ പറയുന്നത്, നമുക്കൊരു ഒരു എൻട്രൻസ് തരുന്ന ഒരു മറ്റുള്ളവരുടെ മുമ്പ് നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളാക്കി തീർക്കുന്നു. പക്ഷെ അതേ സമയത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അനോയിന്റിങ് അല്ലെ. അനോയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗിഫ്റ്റിംഗ് അല്ല. ഗിഫ്റ്റിംഗിൽ അനോയിന്റിങ് ദൈവത്തിന്റെ പവർ ഭയങ്കരമായിട്ട് വരിക ചെയ്യുന്നത്. അപ്പോ അനോയിന്റിങ് ഒരു വേറെ തലത്തിൽ നിൽക്കുന്നതാണ്. ഗിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ദൈവത്തിന്റെ പവറാണ്, അത് നമുക്കൊരു കഴിവ് ദൈവം തരികയാണെങ്കിൽ, അനോയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പവർ, ഓവർഫ്ലോയിങ് പവർ നമുക്ക് തരുവാണ്. അനോയിന്റിങ് കിട്ടിയ അന്ന് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന പോകുന്നില്ല, നമുക്ക് അതിന് ദൈവം സമ്മതിക്കത്തില്ല. അനോയിന്റിംഗ് ഉള്ള ആളെ ദൈവം ഒരു പരുവത്തിലാക്കി എടുക്കും, എന്ന് വെച്ചാൽ ദൈവത്തിന് താല്പര്യമുള്ള രീതിയിലേക്ക് ആ മനുഷ്യനെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കും. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ യേശുക്രിസ്തു എന്താ പറയുക, ഗിഫ്റ്റ് ഇത് അനോയിന്റഡ് ആയിരുന്നല്ലോ, നമ്മളിപ്പോ പറഞ്ഞതാണ്. അനോയിന്റഡ് ആണ് അല്ലെ. പക്ഷെ യേശു അപ്പൊ ചെറുപ്പത്തില് 12ാമത്തെ വയസ്സിൽ തന്നെ ടെമ്പിളുള്ളവരും ഒക്കെ ആയിട്ട് ഡിസ്കഷനൊക്കെ ഏർപ്പെട്ട ആളാണ് യേശു ക്രിസ്തു. പക്ഷെ 30 വർഷം കഴിഞ്ഞിട്ടാണ് തന്റെ വർക്ക് സ്റ്റാർട്ട് ആകുന്നത്. അത്രയും നാളും തന്റെ മാതാപിതാക്കളുടെ കൈന്റെ കീഴെ സബ്മിസീവായിട്ട് ഇരുന്നുകൊണ്ട് അല്ലെ, യേശു ക്രിസ്തു തന്നെ വളർത്തി എടുക്കുകയായിരുന്നു. തന്നെ പിതാവ് തന്നെ യേശുവിനെ പാകപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. പിന്നെ തിങ്ക് ചെയ്ത് നോക്ക്, ഡേവിഡിനെ പറ്റി. ഡേവിഡിന് അനോയിന്റിങ് കിട്ടി, രാജാവായിട്ട് അനോയിന്റിങ് കിട്ടിയിട്ട് എത്രയോ നാളുകൾ ശേഷമാണ് പിന്നെ രാജാവ് വന്നത്. എത്രയോ നാള് ശവേൽ അല്ലെ, സോളിട്ടുകൊണ്ട് ഡേവിഡിനെ ഓടിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ്, എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഡേവിഡ് പിന്നെ ഇസ്രായേലിന്റെ രാജാവായി തീരുന്നത്. അപ്പൊ ആ സമയത്തുള്ള ഈ കിങ് സോൾ ശവേൽ ഇട്ടുകൊണ്ട് ഓടിച്ചു നടക്കുന്ന സമയത്തല്ല ഡേവിഡിന്റെ ഉള്ളില് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഡേവിഡിനെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം അല്ലെ, രാജാവാക്കി തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, ഉള്ളിന്റെ ഉള്ളിൽ ശക്തി കൊടുത്തുകൊണ്ട്. വെറുമൊരു എന്താ പറയുക, ഷെപ്പേർഡ് ബോയ് ആയിരുന്ന ഡേവിഡിനെ രാജാവാക്കി തീർക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ സമയമെടുത്ത് ദൈവം ആ ക്രിയ ചെയ്യുകയായിരുന്നു. അപ്പൊ അതാണ് അനോയിന്റിങ് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ദൈവം ആരെയും വർക്കിനായിട്ട് വിളിക്കാൻ പോകുന്നില്ല. കുറെ ഗ്യാപ്പ് വന്ന് ദൈവം അത് ആ വ്യക്തിനെ അനോയിന്റിങ് ക്യാരി ചെയ്യാൻ പരുവത്തിനാക്കി എടുക്കും. അവരെ സ്വഭാവത്തെ, അവരെ ശക്തിപ്പെടുത്തും, അവർ ഇന്നർമോസ്റ്റ് ബീയിങ്ങിനെ, അവർ ആയിട്ടുള്ള ഉള്ളിലുള്ള മനുഷ്യനെ അല്ലെ, അവര് പ്പെടുത്തിയെടുക്കും ദൈവം. അതിനുശേഷമാണ് അനോയിന്റിങ് വരുന്നത്. അപ്പൊ അനോയിന്റിങ് എന്റെ ഗുണം എന്താ വെച്ചാൽ ഐസയിന്റെ 10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 27ാമത്തെ വാക്ക്, അനോയിന്റിങ് യോക്കിനെ ബ്രേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബന്ധനത്തെ മുറിക്കണമെങ്കിൽ അനോയിന്റിങ് തന്നെ വേണം. ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗിഫ്റ്റ് കൊണ്ട് ആർക്കും ബന്ധനത്തെ മുറിക്കാൻ സാധിക്കത്തില്ല അല്ലെ. ഗിഫ്റ്റ് നമുക്ക് തരുന്നത് എൻട്രൻസ് മാത്രമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആൾക്കാര് അല്ലെ, നമുക്ക് ചെയ്യാൻ പറ്റും, ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിൽ നിൽക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം പല ചർച്ചുകളിൽ ഇപ്പൊ ഗിഫ്റ്റഡ് ആയിട്ടുള്ള വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അവര് വർഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്രീച്ചർമാരും പാസ്റ്റർമാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ചർച്ച അതുപോലെ തന്നെ ഇരിക്കും അല്ല. ചർച്ചിന് പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും കാണത്തില്ല, പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആ തീ ശക്തി അതൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ചില ചർച്ചുകൾ അങ്ങനെയല്ല. അപ്പൊ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്രീച്ചർമാരുണ്ട്, അനോയിന്റഡ് ആയിട്ടുള്ള പ്രീച്ചർമാരുണ്ട്. അപ്പൊ അനോയിന്റഡ് ആയിട്ടുള്ള അഭിഷേകമുള്ള എന്താ പറയുന്നത് പ്രീച്ചർമാരുള്ള ചർച്ചുകൾ, പാസ്റ്റർമാരുടെ ചർച്ചുകൾ, അവരൊരു വേറൊരു ലെവലിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ദൈവം ഒരിക്കൽ പോലും ആവശ്യപ്പെടുന്ന നീ ഒരു അനോയിന്റഡ് ആയിരിക്കണം, അനോയിന്റിങ് ഉള്ളവൻ, ഒരു അഭിഷേകം ഉള്ളവനായിരിക്കണം, അല്ലെങ്കിൽ നീ ഭയങ്കര ഗിഫ്റ്റുകൾ നിനക്ക് വേണം, അല്ലെങ്കിൽ നീ ഭയങ്കര കോളിംഗ് ഉള്ളവനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊന്നും, അത്തിവൃക്ഷത്തോട് നശിച്ചു പോകുന്നൊന്നും പറയാൻ പറ്റുള്ളൂ എന്നൊന്നും യേശു ഈ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ സാധിക്കും എന്ന് മാത്രം പറഞ്ഞത്. നമ്മൾ വലിയ ആളുകളൊന്നും ആയിരിക്കേണ്ട എന്ന ദൈവം പറഞ്ഞു. നമുക്ക് വിശ്വാസം മാത്രമാണെങ്കിൽ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. മാർക്കോസിന്റെ തന്നെ 16ലേക്ക് പോകുമ്പോൾ, 16ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ 16ഉം 17ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നതിനാൽ ഈ സയൻസ് ഫോളോ ചെയ്യും എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക,
കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ് അല്ലെ, പിശാചിന്റെ ആത്മാവിനെ അവർ ഓടിക്കും. അവര് സർപ്പത്തിനെ അവർ കൈകൊണ്ട് എടുക്കും. അവര് പോയ്സൺസ് ആയിട്ടുള്ള ഡ്രിങ്ക് കുടിച്ചാൽ പോലും ഒന്നും പറ്റത്തില്ല. അവര് അന്യഭാഷയിൽ സംസാരിക്കും. അസുഖമുള്ളവരുടെ തലയിൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കും, അവർ സുഖപ്പെടും എന്ന് ദൈവം പറഞ്ഞേക്കും. വിശ്വസിക്കുന്നവരെ, ദൈവം വിശ്വസിക്കുന്നവരെയാണ് നോക്കുന്നത്. അതിനെപ്പറ്റി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ വലിയൊരു അനോയിന്റഡ് ആയിട്ടുള്ള ഒരുത്തനുണ്ട്, അനന്തര പിശാച് അല്ലെ, അനോയിന്റഡ് ചെറൂബ് എന്ന് പറഞ്ഞിരിക്കുന്നത് പിശാചിനെ പറ്റി അല്ലെ. ദൈവം കൂടെ ഉണ്ടായിരുന്നില്ല, വെറുതെ അനോയിന്റിങ് ഉണ്ടായിരുന്നു. അത് നേരത്തെ ദൈവം അനോയിന്റ് ചെയ്തതാണ് അല്ലെ. ഇവൻ പിശാച് തരുന്നതിന് മുമ്പ് ദൈവം അനോയിന്റ് ചെയ്തതാണ്. ആ അനോയിന്റിങ് ഉണ്ട് കൂടെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം ഇല്ല കൂടെ അല്ലെ. അപ്പൊ അനോയിന്റിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, ഗിഫ്റ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് വിശ്വാസം, എങ്ങനെയാണ് നമുക്ക് വിശ്വാസം അല്ലെ. ആ വിശ്വാസം അനുസരിച്ചാണ് ദൈവം നമ്മൾ വഴി കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. കുറെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രയോജനം ഉണ്ട്. നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ഉണ്ട്, വിശ്വാസം ഇല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മളും സാധാരണക്കാരായ മനുഷ്യരെ പോലെ തന്നെയാണ്. യേശുക്രിസ്തു എപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഗിഫ്റ്റിങ്ങിലായിരുന്നില്ല, അനോയിന്റിങ്ങിലായിരുന്നില്ല, പക്ഷെ വിശ്വാസത്തിൽ ഭയങ്കര വിശ്വാസം. അപ്പൊ നമുക്ക് ലാസറസിന്റെ സ്ഥലത്തല്ല, അടക്കിയെടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ടൂമ്പിൽ ചെന്നിട്ട് പറഞ്ഞിങ്ങനെയാണല്ലോ, പിതാവേ എനിക്കറിയാം അങ്ങ് എന്നെ കേൾക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇവർക്ക് വേണ്ടി ഞാനിപ്പോ പറയുവാണ് എന്നും പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന് അറിയാം പിതാവ് കേൾക്കും, ആ ഒരു വിശ്വാസമുണ്ട്. യേശുവിന് ഭയങ്കര വിശ്വാസമാണ് അല്ലെ. അപ്പൊ എനിക്ക് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവസാനത്തെ സമയമാകുമ്പോ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യാനും ദൈവത്തോട് നിൽക്കാനും ആൾക്കാരെ ദൈവം നോക്കുക. അപ്പൊ ദൈവം നേരത്തെ പറഞ്ഞല്ലോ, ഓ നീ ഭയങ്കര ഗിഫ്റ്റഡ് ആണോ, ഗിഫ്റ്റഡ് ആണെങ്കിൽ മാത്രം ഞാൻ നിന്നോട് വർക്ക് ചെയ്യുന്നൊന്നും ദൈവം പറയുന്നില്ല. നമുക്ക് വിശ്വാസമാണെങ്കിൽ അല്ലെ, ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് താല്പര്യമാണ്, ദൈവം നമ്മളോട് വർക്ക് ചെയ്യും അല്ലെ. ദൈവം നോക്കുവാണ് അല്ലെ. വിശ്വസിക്കുന്നവൻ ദൈവത്തിനോട് നിന്റെ ഒപ്പം വിശ്വാസത്തോടു കൂടി, വിശ്വസ്തയോടുകൂടി അല്ലെ. വിശ്വാസവും വേണം, വിശ്വസ്തതയും വേണം. വിശ്വസിക്കാൻ കൊള്ളുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ അല്ലെ, ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടോ എന്ന് ദൈവം നോക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ദൈവം നമ്മൾ വഴിയും ഒരുപാട് വർക്ക് ചെയ്യും. സ്റ്റീഫൻ ഒന്ന് വിചാരിക്കുക അല്ലെ. സ്റ്റീഫൻ ആണെങ്കിൽ പീറ്ററിനെയും പോലെ ജെയിംസിനെയും ജോണിനെയും പോലെ ഒന്നും അപ്പോസ്തലനൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ അയാൾ അദ്ദേഹം വിശ്വസിച്ചു അല്ലെ. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു സ്റ്റീഫൻ വഴി. അപ്പൊ അതുപോലെ ദൈവം നമ്മളെപ്പറ്റി വിചാരിക്കുന്നത്, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസത്തിന് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മളും ദൈവത്തിന്റെ കയ്യാൽ ഉപയോഗപ്പെടുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള പോകുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. ഹല്ലേലൂയ. ഫാദർ, താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് വചനം കേൾക്കാനായിട്ട് സാധിച്ചു നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം അത് വളർത്തിയെടുക്കണം എന്ന് അപേക്ഷിക്കുന്ന കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. അങ്ങയുടെ കൈകൾ ഞങ്ങളുടെ തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിക്കണം കർത്താവെ. അങ്ങനെ വിശ്വസിക്കാനും കർത്താവ്, അങ്ങയുടെ വലിയ വർക്ക് ചെയ്യാൻ കർത്താവ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ കൃപ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങ് ചെയ്ത വർക്കും അതിനേക്കാളും കൂടുതൽ ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കണം അങ്ങേര് ഞങ്ങൾ വഴി ഒരുപാട് വർക്ക് ചെയ്യണം. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് അങ്ങയുടെ ഒപ്പം ഞങ്ങൾക്ക് ആയിരിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിനെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥന അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിനെ ആമേൻ. ഇത് കേട്ട ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.